ഹലോ, വീണ്ടും ഒരു ക്വില്ലിംഗ് ആർട്ട് വീഡിയോ ആണ് ഇന്നത്തേത്. പക്ഷെ ഒരു വെറൈറ്റി ഉണ്ട്. നമ്മൾ സാധാരണ ഇംഗ്ലീഷിലാണ്, അതുകൊണ്ട് ഇന്ന് നമുക്ക് മലയാളം ഫോണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മലയാളം ആയതുകൊണ്ട് തന്നെ അമ്മയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ടു ചിൽ വിത്ത് ക്രാഫ്റ്റ്. ഇംഗ്ലീഷ് വെച്ച് നോക്കുമ്പോൾ മലയാളം ഇത്തിരി ടഫാണ്. മലയാളത്തിലെ ഓരോ അക്ഷരങ്ങളും നമ്മൾ ഡബിളായിട്ട് എഴുതി വരുമ്പോൾ അത് ഇത്തിരി ടഫാണ്. പക്ഷേ ചില അക്ഷരങ്ങളൊക്കെ സിമ്പിളാണ് കേട്ടോ. ഈ സ, ച, പ, വ ഒക്കെ വരുന്നത് സിമ്പിളാണ്. പക്ഷേ ഈ ആ ഇത്തിരി ബുദ്ധിമുട്ടാണ്, മായും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ലെറ്റർ മേക്കിംഗ് ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല മീൻസ് ഞാനിത് രാത്രിയിലാണ് ചെയ്തത്. കാരണം കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടു പോകും. അപ്പോൾ ചെയ്യാൻ വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മലയാളത്തിലും ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഡബിളായിട്ട് ആ ഒരു വേർഡ് എഴുതി വെക്കുക. അതിനുശേഷം നമ്മുടെ ക്വില്ലിംഗ് പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ലെറ്റർ മേക്കിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. വെറും പേര് മാത്രം എഴുതുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അമ്മയും കുഞ്ഞും എന്നുള്ള രീതിയിൽ ഒരു ഇമേജ് കൂടെ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതൊരു റെഫറൻസ് പിക്കൊക്കെ നോക്കിയിട്ട് അതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഇല്ലാത്തൊക്കെ വരഞ്ഞു വെക്കും. അതിനുശേഷമാണ് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വർക്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലാക്ക് മാർക്ക് ശരിക്കും അതിൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ അമ്മ എന്ന് എഴുതിയതിൻ്റെ ആ ഒരു ഇന്നറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ചില ബ്ലാക്ക് കളറിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ആ പെൻസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള മിസ്റ്റേക്കാണത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രിൻ്റ് പോലെ മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. വേറൊരു പേപ്പറിലേക്ക് എഴുതിയെടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് കട്ടിയിൽ ഇങ്ങനെ അതിൻ്റെ മുകളിൽ വേറൊരു പേപ്പറിൻ്റെ മുകളിൽ എഴുതുവാണെങ്കിൽ ആ ഒരു പ്രിൻ്റ് നമുക്ക് ഈ പേപ്പറിലായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ചെയ്തതാണ് ഏറ്റവും ബെസ്റ്റ്. എങ്കിൽ ഇതുപോലുള്ള പെൻസിൽ മാർക്കൊന്നും ഒട്ടും വരാതെ ഇരിക്കും. ഞാനിപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന മിസ്റ്റേക്കാണത്. ആ ഒരു പെൻസിലിൻ്റെ ബ്ലാക്ക് മാർക്ക് നമ്മൾ എത്ര റബ്ബ് ചെയ്താലും ആ ഒരു ചെറിയൊരു മാർക്ക് അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ അത് വരുമ്പോൾ ഒരു അഭംഗിയായിരിക്കും അത്. അപ്പോൾ അതില്ലാതിരിക്കാനുള്ള ഒരു ഐഡിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഇനി അങ്ങനെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി വേണം ട്രൈ ചെയ്യാനായിട്ട്. കാരണം എനിക്ക് എപ്പോഴും ഈ ഒരു ബ്ലാക്ക് മാർക്ക് കാണുമ്പോൾ എന്തോ പോലെ തോന്നാറുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ കറക്റ്റ് എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ഏകദേശം അറിഞ്ഞു വന്നത്. അപ്പോൾ ഇനി മുതൽ അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഏകദേശം ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഫ്ലവറാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം കളർ പേപ്പറിലൊരു ഫ്ലവർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ക്വില്ലിംഗ് സ്റ്റിപ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഫ്ലവറൊക്കെ ചെയ്ത് മുൻകൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേരൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസൈൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്ലവറൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാം. ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇതുപോലുള്ള പിക്ചേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഈ ലെറ്റേഴ്സും ആ ഒരു ഫോണ്ടുകളാണ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. ബാക്കിയൊക്കെ എളുപ്പം കഴിയുന്ന പരിപാടികളാണ്. അപ്പം അങ്ങനെ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഹെയറിൽ വെക്കാനായിട്ടാണ് ആ ഒരു ഫ്ലവർ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എങ്ങനെയാ ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഹെയറൊക്കെ ഞാൻ ചെയ്തത് കളർ പേപ്പറിൻ്റെ അകത്ത് സ്ട്രിപ്സ് കട്ട് ചെയ്തിട്ടാണ് ഞാനിതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ക്വില്ലിംഗ് സ്റ്റിപ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിലുണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് കളർ പേപ്പർ വാങ്ങിയിട്ട് ഇതുപോലെ കണ്ടില്ലേ, കളർ പേപ്പർ വാങ്ങിയിട്ട് അതിങ്ങനെ നമ്മളൊരു 1 സെൻറ്റിമീറ്റർ 1/2 സെൻറ്റിമീറ്റർ നോക്കിയിട്ട് വരഞ്ഞ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ട്രിപ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. സ്ട്രിപ്സായിട്ട് വല്ലപ്പോഴും വാങ്ങിക്കാറേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കളേഴ്സും ചിലപ്പോൾ സ്ട്രിപ്സിൽ നിന്ന് കിട്ടാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഹെയറൊക്കെ നമുക്ക് ഒരുപാടൊന്നും വെച്ച് കൊടുക്കേണ്ടതില്ല. ഇങ്ങനെ ജസ്റ്റ് ഒരു ഹെയറാണ് തോന്നിക്കുന്ന വിധത്തിൽ ഒരു 4-5 സ്ട്രിപ്സ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഈ ഓരോ സ്ട്രിപ്സും വെക്കുന്നതിന് മുമ്പായിട്ട് ഗ്ലൂവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വരച്ചു കൊടുത്തതിനനുസരിച്ചിട്ട് അവിടെ ഗ്ലൂ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താലും മതി. പക്ഷേ നമുക്ക് എളുപ്പം ഗ്ലൂവിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കാനാണ് കൂടുതൽ എളുപ്പം. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസ് ഒക്കെ പിൻട്രസ്റ്റിൽ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത്
അതൊക്കെ ഇൻട്രസ്റ്റ് നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു പിക്ചർ ഞാൻ അമ്മ പെൻസിൽ ഡ്രോയിങ് അടിച്ചു നോക്കി. എനിക്ക് വേണ്ടത് ഒരു ബോർഡർ മാത്രമുള്ള ഒരു ഡ്രോയിങ് ആയിരുന്നു. അപ്പോൾ പിന്നെ അമ്മ ബോർഡർ ഡ്രോയിങ് മാത്രം അടിച്ചു നോക്കി. അപ്പോൾ എനിക്ക് വേണ്ടുന്ന ഒരുപാട് റെഫറൻസ് കിട്ടി. അപ്പോൾ അതിനകത്ത് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ അപ്പോൾ ഏകദേശം ഞാൻ 2 മിക്സ് ചെയ്തിട്ടുള്ളതാണ് എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ഞാൻ 2 നോക്കിയിട്ട് ഞാൻ ഇതിനകത്തേക്കൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ വരക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ലൈറ്റ് കളറിലൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു വർക്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ആ ഒരു ഫേസ് സെറ്റ് ചെയ്യലാണ് കേട്ടോ. ആ ഒരു മൂക്കിൻ്റെയും വായുടെയും ആ ഒരു ചെറിയൊരു മടക്ക് വരുന്ന ആ ഒരു ഭാഗത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ ഫേസ് എന്തോ ഭാഗ്യത്തിന് ഒരു ചെറിയൊന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. ആദ്യം കൈവച്ചിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വച്ചു കൊടുത്തത്. പിന്നെ ഹെഡിൻ്റെ അവിടെ നമുക്ക് ഡയറക്റ്റ് കൈകൊണ്ട് വെച്ച് കൊടുത്താൽ മതിയല്ലോ. അതുപോലെ ആ ഒരു അമ്മയുടെ ആ ഒരു വായും ചുണ്ടൊക്കെ വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചെറിയൊരു ഫോൾഡ് ചെയ്തത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിന്നില്ല, അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ആന മണ്ടത്തരായി പോയിന്ന് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഇതൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പെൻസിൽ മാർക്ക് ഇങ്ങനെ കാണുന്നത് കൊണ്ട് മൊത്തത്തിൽ ഒരു അഭംഗി ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നത്. ഒന്നുമില്ല, ആ ഒരു സെയിം കളർ തന്നെ യൂസ് ചെയ്തിട്ട് ചെറിയൊരു എന്താ പറയുക പേപ്പർ സ്ട്രിപ്സ് ഒന്ന് റോൾ ചെയ്തിട്ട് ഉള്ളിലൊന്ന് ഫില്ല് ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ചെയ്തു വന്നപ്പോൾ ആ ഒരു അമ്മ എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് കാണുമ്പോൾ എന്തോ ഒരു എന്താ പറയുക മൊത്തത്തിൽ ഒരു കളറൊന്ന് ഫെയ്ഡായ പോലെ തോന്നി. അമ്മയുടെ ആ ഒരു വൈറ്റ് കളറായിരുന്നു എനിക്ക്, വൈറ്റ് ഒരു ഓഫ് വൈറ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു വേറെ തന്നെ ഒരു കളറായിപ്പോയി. അപ്പോൾ അതെനിക്ക് തീരെ ഇഷ്ടമുണ്ടായില്ല. അപ്പം ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ആ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് എടുത്തിട്ട് ചിലപ്പോൾ വേറെ കളർ വെച്ച് ഞാനതൊന്ന് ഫില്ല് ചെയ്യും. കാരണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ കംപ്ലീറ്റ് പേപ്പറും കാര്യങ്ങളും ഗമ്മൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്യാതെ വഴിയില്ല. അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ മാറ്റണം. പിന്നെ ഇതാ ജസ്റ്റ് പേപ്പറൊക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലെയാണ് പിന്നെ ഫില്ല് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് എനിക്ക് കൺഫ്യൂഷനായിരുന്നു ഇനി എന്തെങ്കിലും ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. ജസ്റ്റ് ആദ്യം വിചാരിച്ചത് ആ അമ്മയുടെ ബാക്കിലായിട്ട് ചെറിയൊരു വേറൊരു കളർ വെച്ചിട്ടൊന്ന് ബോർഡർ പോലെ കൊടുക്കാമെന്നായിരുന്നു. പിന്നെ അത് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു രൂപത്തിലായി. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ അമ്മ എന്ന് പറയുന്ന ഒരു വേർഡ് വേറെ തന്നെ ഒരു കളറിലേക്ക് മാറിയ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ചില ഒരു പൊസിഷനിൽ നിന്ന് നോക്കുമ്പോഴാണ് ആ ഒരു കളർ ചേഞ്ച് മനസ്സിലാവുന്നത്. ഡയറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തോന്നില്ല, കുറച്ച് ദൂരോട്ട് മാറി നിന്നിട്ട് നോക്കുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ് എനിക്കിതിലൊരു ഡ്രോബാക്ക് പോലെ തോന്നിയത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊന്ന് DM ചെയ്യാം. അപ്പം നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.